ബഹുമാനപ്പെട്ട നെല്ലായ ഉസ്താദ് വിവരത്തെ വിജ്ഞാനത്തെ വിവാഹം കഴിച്ച ആളാണ്. സമൂഹത്തിൽ ചില ആളുകൾ അങ്ങനെയുണ്ട്, പഠിക്കുക പഠിപ്പിക്കുക എന്നതിലപ്പുറം അതിന്റെ ലദ്ദത്തിൽ ലയിച്ച ആളുകൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ സംസാരം, അവരുടെ സമീപനം, അവരുടെ ആവേശം ഇതൊക്കെ ജീവിതത്തിൽ കൂടുതൽ തുടിച്ചതും തിളങ്ങിയതും പ്രസരിച്ചതും ദർസിന്റെ വിഷയത്തിലാണ്. മിനിഞ്ഞാന്ന് ഏതോ ശിഷ്യൻ മുഖേന ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഈ മുത്തഅല്ലിമിനോട് സംസാരിക്കുന്ന സമയത്തും മോനെ മഗ്രിബിനെ എത്തൂലേ എന്ന് ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞ മുഴുവനും ദർസിനെ കുറിച്ചാണ്. ആദ്യം എന്നോട് ചോദിച്ചു, നിങ്ങളടുത്ത് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു. എണ്ണം പറഞ്ഞപ്പോ വലിയ സന്തോഷമായി, ഒരുപാട് ദുആ ചെയ്തു. പിന്നെ അവരെ ദർസിനെ കുറിച്ചായി സംസാരം. ഒരു കല്യാണത്തിന്റെ വീട്ടിൽ പോയിട്ട് 2 മിനിറ്റ് ഉദ്ബോധനം നടത്താൻ വേണ്ടി നിർബന്ധമായി പ്രേരിപ്പിക്കപ്പെട്ടാൽ അപ്പോഴും ഉസ്താദ് കല്യാണ വീട്ടിലും പറയല് ബിരിയാണിയെ കുറിച്ചോ മണവാളനെ കുറിച്ചോ അല്ല, ഇൽമിനെ കുറിച്ചും ദർസിനെ കുറിച്ചും. ഇങ്ങനെ മലയാളക്കരയിൽ ഒരാളേ ഉള്ളൂ, എന്റെ അറിവിൽ ഉണ്ടാവാം. കല്യാണപ്പരയിൽ പോയിട്ട് ബിരിയാണി ചെമ്പെന്ന് മണം വരുമ്പോ ഇൽമിനെ കുറിച്ചും ദർസിനെ കുറിച്ചും പബ്ലിസിറ്റി ചെയ്യുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളിൽ അധ്യക്ഷനാണ് ഷെയ്ഖു മശായിഖിന നെല്ലായ ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നാൾക്ക് നാൾ അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ശിഷ്യഗണങ്ങൾക്ക് വേണ്ടി അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഉമ്മാരെ മക്കളെ ഗർഭാശയത്തിന്റെ ഇരുട്ടിൽ നിന്ന് ശംസിന്റെ വട്ടത്തേക്കേ കൊണ്ടുവരുന്നുള്ളൂ. ലൻ യലിജ അഹദുൻ മലക്കൂത സമാഇ വൽ അർദ് ഹത്താ യുലദ മർറതൈൻ മുഹമ്മദ് മുസ്തഫ. ഒരാൾക്കും രഹസ്യങ്ങൾ അറിയില്ല, രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധ്യവുമല്ല 2 പ്രാവശ്യം പ്രസവിക്കപ്പെടുന്നത് വരെ എന്നാണ്. നമുക്ക് 2 പ്രസവമുണ്ട്. ഏതാ 2 പ്രസവം? ഒന്ന് ഗർഭാശയത്തിന്റെ ഉള്ളറയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഉമ്മാന്റെ റഹ്മിൽ നിന്ന് വരുന്ന പ്രസവമാണ് ഒന്ന്. 2 ജഹാലത്തിന്റെ ഗർഭ ഇരുട്ടിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വെട്ടത്തേക്ക് വരുന്ന പ്രസവമാണ്. അതാണ് യഥാർത്ഥ പ്രസവം. അല്ലെങ്കിൽ അലക്കായിട്ട് നിൽക്കും, അലക്ക ആലിമാക്കണം. വാപ്പിമ്മി അലക്കിനെ പുറത്തേക്കിടുകയാണ് ചെയ്യണത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. സൂറത്ത് തീർന്നില്ലല്ലോ. ആദ്യം അവതരിച്ചതിന്റെ പരിസമാപ്തി വഅല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം അലക്കിനെ ആലിമാക്കിയാൽ തർബിയത്ത് കഴിഞ്ഞു എന്നാണ്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറഞ്ഞത് തർബിയത്താണ്. ഒരു വസ്തുവിനെ ഘട്ടം ഘട്ടമായി വളർത്തി അതിന്റെ സമ്പൂർത്തീകരണത്തിൽ എത്തുമ്പോഴാണ് തർബിയത്താവുക. അലക്കായിരുന്നു, വളർത്തി 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 ആലിമാക്കി. വഅല്ലമൽ ഇൻസാന മാ ലം യഅലം. ആലിമാക്കുന്നത് ഉസ്താദ് മുഖേനയാണ്, ഒരു ഉസ്താദ് മുഖേനയാണ്, ഒരു മുർഷിദ് മുഖേനയാണ്. അതാണ് റൂഹിന്റെ പിതാവ്. ഇതാണ് വലിയ കുടുംബസംഗമം. ഇതിനേക്കാൾ വലിയ കുടുംബസംഗമം ലോകത്ത് വേറെ ഏതാ ഉള്ളത്? ജിസ്മിന്റെ സബബായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നെല്ലായ ഉസ്താദ് ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ല, ഒരു പുസ്തകത്തിലൂടെ വായിക്കേണ്ടതില്ല. ആരാണ് മഹാനായ ശൈഖുനാ എംടി ഉസ്താദ്? ഇന്ന് മുശാവറ അംഗങ്ങളിൽ പല ആളുകളുടെയും മഹാന്മാരായ പണ്ഡിതന്മാരുടെയോ ഉസ്താദായ എംടി ഉസ്താദ് വിനയത്തോടെ നെല്ലായ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് അവരുടെ ശിഷ്യനാവാൻ പറ്റിയില്ലല്ലോ, ഞാൻ അവരുടെ ശിഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളിൽപ്പെട്ട പടുകൂറ്റൻ പണ്ഡിതന്മാരുടെ ഗുരുവര്യരായ ശൈഖുനാ എംടി ഉസ്താദ് പറഞ്ഞ ബുദ്ധിയുള്ള ആളുകൾക്ക് ആ ഒരൊറ്റ വാക്കില് നെല്ലായ ഉസ്താദിന്റെ വ്യക്തിത്വ പ്രഭാവോ വളരെ പ്രകടമായി അറിയുന്നതാ. ഇനി ആരൊന്നും പറയണ്ട, ബുദ്ധിയുള്ള ആളുകൾക്ക് എംടി ഉസ്താദിന്റെ ഒരൊറ്റ വാക്ക് മതി.
എനിക്ക് നെല്ലായ ഉസ്താദിന്റെ ശിഷ്യനായാൽ മതിയായിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാരും കേട്ടല്ലേ? ഞാൻ വളച്ചൊടിച്ചിട്ട് വ്യാഖ്യാനിക്കല്ലോ, അത് എല്ലാരും പരസ്യമായിട്ട് കേട്ടല്ലേ. അതിലപ്പുറം ഇനി വേണ്ട. മലയാളക്കരയിൽ 62 കൊല്ലം ഇടതടവില്ലാതെ തദ്രീസിന് നേതൃത്വം കൊടുത്ത ഇന്ന് മലയാളക്കരയിൽ ജീവിക്കുന്ന എന്റെ അറിവിലുള്ള ഞാൻ പല ദർശവാർഷിക സമ്മേളനത്തിന് പ്രസംഗിക്കാൻ വന്നൊരു മുത്തല്ലിമാണ്. 30 കൊല്ലം 35 കൊല്ലം അടുത്തൊരു സമ്മേളനത്തിൽ പങ്കെടുത്തു. അത്ഭുതകരമായിട്ട് ഞാനും പ്രസംഗിച്ചു. സ്വാഗതം മുതൽ വാനോളം വാഴ്ത്തി 40ാമത്തെ ദർശവാർഷിക സമ്മേളനം. വലിയ മഹാനാണ്. പക്ഷേ 62 കൊല്ലത്തോളം തദ്രീസിന് നേതൃത്വം കൊടുക്കാൻ സർവശക്തനായ അല്ലാഹു മഹാനായ നെല്ലായ ഉസ്താദിന് ഭാഗ്യം കൊടുത്തെങ്കിലോ ഇനി അതിനേക്കാൾ വലിയ കറാമത്തില്ല. ഇതാണ് കറാമത്ത്. കറാമത്ത് എന്ന് മനസ്സിലാക്കണം എന്താ? മേൽക്കൂടി പറക്കലോ, പരുന്തിന് കഴിയില്ലേ? വെള്ളത്തിന്റെ മുകൾ കൂടി നടക്കലോ, അത് തവളക്ക് കഴിയില്ലേ? ഊതാനോ പെരുമ്പാമ്പിന് കഴിയില്ലേ? പക്ഷെ മനുഷ്യ ഊതിയ ചിലപ്പോൾ സൊക്കട് മാറുന്നു അത്ര. പെരുമ്പാമ്പ് ഊതിയാൽ മാറിക്കൊള്ളുന്നില്ല. ഊതാനെ ആശാരിക്കും കഴിയും, നായർക്കും കഴിയും, പറങ്കോടനും കഴിയും, അണ്ടനും കഴിയും, അബൂബക്കറിനും കഴിയും. എല്ലാരും ഊതിയാലും ചിലപ്പോൾ സൊക്കട് മാറും ചെയ്യും. അവൻ പറഞ്ഞില്ല, ശൈത്താനെ സേവിച്ച ആൾക്കാർ ഊതിയാലും സൊക്കട് മാറും. നല്ല രീതിയിൽ ഖുർആനും ഹദീസും ഓതി ഊതുന്ന ആൾക്കാരെ ഞാൻ വിമർശിക്കില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ഭൂമിയിലുണ്ട്. അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പക്ഷേ ഇതൊന്നും തദ്രീസിന്റെ ഇൽമിന്റെ എന്തുകൊണ്ട് ഹുദൂറു മജ്ലിസ് ഇൽമിൻ ഖൈറു മിൻ അൽഫി റക്അ മുഹമ്മദ് മുസ്തഫ. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടമാണ്. 1000 രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ മേന്മയാണ്. 1000 ജനാസന്റെ കൂടെ അനുഗമിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഇരുത്തണ്ടല്ലോ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമാണ്. 1000 രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ നേട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു ഇൽമിന്റെ മഹത്വം. അപ്പൊ സഹാബാക്കൾ വെച്ചു, നബിയെ ഖുർആൻ ഓതുന്നതിനേക്കാൾ നേട്ടാണോ? മിൻ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതുന്നതിനേക്കാൾ നേട്ടാണോ ഇൽമ പഠിക്കൽ, ഇൽമിന്റെ സാസിൽ ഇരിക്കൽ? മുസ്തഫ നബി എന്താ പ്രതികരിച്ചത്? ഹൽ യൻഫഉ ഖിറാഅത്തുൽ ഖുർആൻ ഇല്ലാ ബിൽ ഇൽമി. ഒരു ഇൽമില്ലാത്ത ആൾ ഖുർആൻ ഓതിയിട്ട് എന്താ കാര്യമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഇൽമാണ് പ്രധാനം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വെറുതെ പറഞ്ഞല്ല. മൻ സാറ ആലിമൻ ഫകഅന്നമാ സാറനി വമൻ സാഫഹ ആലിമൻ ഫകഅന്നമാ സാഫഹനി വമൻ ജാലസ ആലിമൻ ഫകഅന്നമാ ജാലസനി വമൻ ജാലസനി അജ്ലസഹുല്ലാഹു യൗമൽ ഖിയാമത്തി ഫിൽ ജന്നാ നബിയുനാ റസൂലുള്ളാഹി. ദീർഘമായി ഞാൻ പ്രസംഗിക്കുമെന്ന ഭീതി നിങ്ങളെ അലട്ടേണ്ടതില്ല. എന്നാൽ ഈ മഹത്തായ സദസ്സിൽ നിന്ന്, സ്വർഗീയ ഭൂമികയിൽ നിന്ന്, മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കവള് വെച്ചുകൊണ്ട് വിശ്രമിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ, ആരംഭമായ, അവലംബമായ, പ്രകാശപ്രളയമായ, വിശ്വമാന വിഗാതയുടെ വിമോചന ഗീതമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മേൽ ഒരു 3 സ്വലാത്ത് നെല്ലായ ഉസ്താദിന്റെ 6 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ദർസിന്റെ ആദരവിന്റെ ആഘോഷത്തിന്റെ സമാഗമ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് ആദികളോട്, വ്യാധികളോട്, വ്യാവലാദികളോട്, രോഗങ്ങളോട്, ദുരിതങ്ങളോട്, ദുരന്തങ്ങളോട്, കടങ്ങളോട്, ശത്രുപാളയങ്ങളോട് വിട പറയാൻ النبي حاضر يعلم علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 ഒരു 3
3 സ്വലാത്ത് മദീനയുടെ പച്ചക്കുബ്ബയെ ഹൃദയത്തിൽ ഭാവന ചെയ്തുകൊണ്ട് ഈ സദസ്സൊന്ന് പുളകിതമാകാൻ അംലാക്കിന്റെ ചെറുകടിയുടെ തണലിൽ കിട്ടാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹെൽപ്പ് കിട്ടാൻ മദീനയുടെ മദദ് കിട്ടാൻ മഹബ്ബത്തിന്റെ മധുവിധു ഹൃദയം കൊണ്ട് ആഘോഷിക്കാൻ ഇൽമിന്റെ ലദ്ദത്ത് കിട്ടാൻ മലക്കുകളോട് ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ ഒരു 3 സ്വലാത്ത് ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, വന്നത് പറയാനില്ല, പ്രഭാഷണത്തിന് ഇവിടെ താല്പര്യവുമില്ല, ഞാൻ എന്താണ് ഇവിടെ വിളമ്പുക, കൊടുക്കാൻ എൻ്റെ അടുത്തൊന്നുമില്ല, വാങ്ങാൻ വന്നതാണെന്ന് നിനക്കറിയാം. അല്ലാഹുവേ, 62 കൊല്ലത്തോളം തദ്രീസ് നടത്താൻ നീ മഹാഭാഗ്യം കൊടുത്ത സൂഫിയായ ആബിദായ മുത്തവാദിയായ മുഖ്ലിസായ ഒരു മുദരിസായ പണ്ഡിത തറവാട്ടിലെ കാരണവരുടെ ദർസ് ആഘോഷത്തിലാണ് ഞങ്ങളുള്ളത്. അല്ലാ, ഇത് അവരൊന്നിച്ച് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആലിമീങ്ങള് സാദാത്യങ്ങള് ഞങ്ങളോട് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടപ്പെട്ടവർ, സേവിച്ചവർ, സ്നേഹിച്ചവര്, സന്തോഷിപ്പിച്ചവർ, പഠിക്കുന്ന സമയത്ത് അന്നം തന്നവര്, പ്രോത്സാഹിപ്പിച്ചവര്, പ്രാർത്ഥനക്ക് പ്രേരിപ്പിച്ചവർ, പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് വലുതാക്കിയവര്, അല്ലാ, പലരും കബറിലാ, അവർക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. മഹാനായ ശൈഖുനാ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ ജില്ലയിൽ 60 കൊല്ലത്തോളം ദർസ് നടത്തി വാർഷികം നടത്തുന്ന ആദ്യത്തെ പരിപാടിയായിരിക്കാം ഇത്. അല്ലാ അല്ലാ, അതുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആണുങ്ങള്, പെണ്ണുങ്ങള്, ചെറുപ്പക്കാര്, മക്കള്, പ്രായമുള്ളവര്, ആലിമീങ്ങൾ അല്ലാത്തവര്, അല്ലാ, ബിസിനസ്സുകാര്, ഉദ്യോഗസ്ഥന്മാര്, പഠിതാക്കൾ, അധ്യാപകന്മാര്, യാത്രക്കാർ, പലരുമുള്ള സദസ്സാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, സൂജിബ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്ത് ഒഴിവാക്കി തരണേ അല്ലാ. ശരീരത്തിൽ നിന്ന് ക്യാൻസർ അറ്റാക്ക്, ഷോക്ക്, കിഡ്നി വീക്ക്, പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, തക്കാളിപ്പനി, ചിക്കൻ ഗുനിയ, കൊറോണ, ഒമിക്രോൺ പോലെയുള്ള രോഗങ്ങളും നീ എടുത്തു കളയണേ അല്ലാ. ഷുഗർ മാറ്റി കൊടുക്കണേ, മാറ്റിത്തരണേ അല്ലാ. ബ്ലോക്ക് നീക്കിത്തരണേ അല്ലാ. ക്യാൻസർ മാറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സമ്പത്തിൽ, സമയങ്ങളിൽ, സന്താനങ്ങളിൽ, കുടുംബത്തിൽ, സമയങ്ങളിൽ, ആയുസ്സിൽ ബറക്കത്ത്, അന്തസ്സ് നൽകണേ അല്ലാ. ശത്രുക്കളുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹലായ ഫضل കൊണ്ട്, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, ഉസ്താദിനെ സേവിച്ച്, സ്നേഹിച്ച്, സന്തോഷിപ്പിച്ച്, ആദരിച്ച്, ഇവിടെ ഉസ്താദിന്റെ ആഘോഷം കുടുംബത്തിൽ ആഘോഷത്തെക്കാൾ നെഞ്ചിലേറ്റി പങ്കെടുത്ത കാരണവന്മാർ, ഭാരവാഹികൾ, സംഘാടകര്, അല്ലാ അല്ലാ, മുസ്ലിമീങ്ങൾ വരെ ഉസ്താദിനെ ബഹുമാനിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് സഹകരിച്ചവരാ, സഹായിച്ചവരാ, തിരിച്ചു നീ സന്തോഷിപ്പിക്കണേ അല്ലാ. സ്നേഹിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാ. അത് വളർത്തണേ, ഉയർത്തണേ, സ്ഥിരമാക്കണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ. കൂട്ടത്തിൽ എല്ലാവർക്കും ഭക്ഷണം നൽകിയ, ഞാനും കഴിച്ച ബഹുമാനപ്പെട്ട ആജിക്ക് അവർക്ക് സ്വർഗീയ ഭക്ഷണം അല്ലാഹു തആല പകരം കൊടുക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്, ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വലിയ സന്തോഷമുണ്ടോ? ഇനി ജില്ലയിൽ വരാനുണ്ടോ ഇതിനേക്കാൾ വലിയ സന്തോഷം? ആ ഇടക്കാണ് ഇവിടെ ഇങ്ങനെ കണ്ട് വന്നപ്പോഴേ ഒരു ആത്മീയ ഫ്രൂട്ട് സലാഡ് ആയിരുന്നു ഇവിടെ. ഒരുപാട് ഉലമായിന്റെ പ്രസംഗം,
ഉസ്താദിന്റെ ഇരുത്തം, അതിനിടക്ക് സആദത്തുദ്ദാറൈൻ, എന്റെ പ്രിയ സുഹൃത്ത് റഹ്മാനിയുടെ വിഭവസമൃദ്ധമായ ആത്മീയ ഗിഫ്റ്റ്, ഞാൻ അങ്ങനെ ഒറ്റടിക്കതിന് പറയുന്നു. ഈ സദസ്സിൽ സമ്മാനിച്ച ആത്മാവിനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ സുഹൃത്ത് അധ്വാനിച്ച് തയ്യാറാക്കിയതാണ്. വളരെ വിലപ്പെട്ട ഒരുപാട് ദിക്റുകൾ, കനപ്പെട്ട ഒരുപാട് സൂറത്തുകൾ, വിലപ്പെട്ട ചിന്തകൾ, ഒരുപാട് പിഴവുകൾ ഇല്ലാന്ന് തന്നെ പറയാം. പിഴവുകളൊക്കെ തിരുത്തി എല്ലാവർക്കും നിഷ്പ്രയാസം ഉപയോഗിക്കാൻ പറ്റുന്ന, ചൊല്ലാൻ പറ്റുന്ന പരുവത്തിൽ അദ്ദേഹം ഉമ്മ കുട്ടികൾക്ക് മുള്ളു കളഞ്ഞുകൊണ്ട് മീനും കൂട്ടിയിട്ട് ചോറ് പാകപ്പെടുത്തി ഉരുളയാക്കിയിട്ട് തൊള്ളയിലിട്ടേരുന്നേ വരെ നല്ല രൂപത്തിൽ ചൊല്ലാനും ചെയ്യാനുള്ളതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കൽബിൽ തോന്നിച്ചിട്ട് നല്ലൊരു ഗിഫ്റ്റ് വിതരണം ഇവിടെ നടന്നിട്ടുണ്ട്. അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. നിങ്ങൾ എല്ലാവരും കൈപ്പറ്റണം, തിരിച്ച് എന്തെങ്കിലും ഒന്ന് കൈമാറും ചെയ്യണം. അങ്ങനെയല്ലോ അതിൻ്റെ വില ഒന്നും നോക്കണ്ട, അങ്ങോട്ട് കൊടുക്കന്നെ. നമ്മൾ ഒരു സംഗതി പെട്ടെന്ന് നന്നാവാന്നല്ല. ഇപ്പൊ റജബിന്റെ ആദ്യത്തെ രാവാണിത്. റാ, ജീം, ബ, ഇത് മൂന്നും സ്വാംശീകരിക്കണം, സ്വയത്തമാക്കണം. റാ, മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നു റജബ് ഈ 3 അക്ഷരത്തിൽ വരാൻ കാരണം റാ അള്ളാന്റെ റഹ്മത്തിലേക്ക് സൂചനയാണ്, ജീം അള്ളാന്റെ ജൂദിലേക്ക് സൂചനയാണ്, ബാ അല്ലാഹുവിന്റെ ബിർറിലേക്ക് സൂചനയാണ്. ഫമിൻ അവ്വലി ഹാദ ശഹരി ഇലാ ആഖിരിഹി സലാസു അതായ മിനല്ലാഹി അലൽ ഇബാദ് ലിൽ ഇബാദ്. അല്ലാഹുവിങ്കിൽ നിന്ന് 3 കാര്യങ്ങൾ അടിയാറുകൾക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കും പേമാരി പോലെ. ഒന്ന് പടച്ചോന്റെ റഹ്മത്ത്. ഇന്ന ലില്ലാഹി മിഅത റഹ്മ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസി വത്തൈരി വൽ ഹവാം ഫീഹാ യതആതഫൂൻ വബിഹാ യതറാഹമൂൻ വഅഖറ 99 റഹ്മ യർഹമു ബിഹാ ബൈന ഇബാദിഹി യൗമൽ ഖിയാമ ഔ കമാ ഖാലഹുൽ മുസ്തഫ മുഹമ്മദ്. ഒരാ ഒന്നുറക്കെ മുഹമ്മദ് മുസ്തഫ. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യത്തിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ ആലമീന അലാ. നിങ്ങൾ ക്ഷീണിച്ചോ? ഞാൻ പെട്ടെന്ന് ബ്രേക്ക്. നിങ്ങൾ ക്ഷീണിച്ചോ? എന്താന്നൊരു ആവേശത്തിൽ മൂലല്ലാത്തൊന്ന് ഓർക്കെ. സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. ഇതെല്ലാം മലയടിക്കുന്നത് മദീനയിലേക്കാണ്. ഈ ഭൂപ്രപഞ്ചത്തിൽ പ്രഥമ മുദരിസായി ലോകത്ത് ഒളിവീശിയത് ഹൃദയത്തിന്റെ അധ്യാപകരായ, കൽബിന്റെ ഖിബലയായ, റൂഹിന്റെ റാഹത്തായ, സ്വദറിന്റെ മിസ്ബാഹായ മുഹമ്മദ് മുസ്തഫ. ചൊല്ലിക്കോളൂ മുഹമ്മദ് മുസ്തഫ. ഉസ്താദിന്റെ ദുആയിലേക്ക് നമ്മൾ കടക്കുകയാണ് ബഹുമാനപ്പെട്ടവർ. ഉസ്താദിന് വാള് ഇഷ്ടമാണ്, കുറച്ച് നീട്ടി പറയണമെന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. എത്രത്തോളം ശരിയാന്ന് എനിക്കറിയില്ല. ഒരു അരമണിക്കൂർ കൂടി വരാം ഇൻഷാ അല്ലാഹ്. 20 മിനിറ്റ് അരമണിക്കൂർ കൂടി വരാം. ഉസ്താദിനെ ഇരുത്തിയിട്ട് ദീർഘമായിട്ട് ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. അവരെ ദ്വായിൽ പങ്കെടുക്കാനാണ് ഞാനും വന്നത്. ഞാൻ വാള് വളമ്പാൻ വേണ്ടി വന്നതല്ല, ഞാൻ അവരെ ദ്വായിൽ പങ്കെടുത്ത് അവരുടെ പൊരുത്തത്തിന് വന്നതാണ്. നമുക്ക് അങ്ങനെയൊക്കെയാണ് വലിയ പ്രതീക്ഷ. അവരൊരു ചിരി. ഉസ്താദ് ആരാന്ന് ഉസ്താദിന് അറിയില്ല, അങ്ങനെ ഒരാളാണ്. ഉസ്താദ് ആരാന്ന് ഉസ്താദിന് അറിയില്ല. ഇപ്പൊ നമ്മളൊക്കെ കുറെ പറഞ്ഞല്ലോ ഉസ്താദ് അങ്ങനെ എന്തിക്ക് ആരെ കുറിച്ചാണ് ഇപ്പൊ ഈ പറയുന്നതെന്ന്. അങ്ങനത്തെ ഒരാളാണ്. സാധാരണ ചില ആളുകൾക്ക് ജനങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ അവനാനെ കുറിച്ച് അറിയുന്ന കാലാണ്. ഇപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾക്കൊരു വിലയിരുത്തലുണ്ടാവും, ഒരു കീറപ്പൂറ പ്രവാചകൻ. പക്ഷെ എന്നെ കുറിച്ച് എന്റെ വിലയിരുത്തൽ അങ്ങനെയല്ല, ഞാൻ വലിയ മഹാനാണെന്നാണ്. അള്ളാന്റെ അടുത്ത് മഹാനാണോ മുഹാനാണോ നമ്മളറിയില്ല. ലഫ്ലിന് ചെറിയ വ്യത്യാസമുള്ളൂ. മീമിന് ലമ്മാക്കി കൊടുത്താൽ മതി. മുഹാൻ, മഹാൻ. ഒന്ന് മലയാളാണെങ്കിൽ മറ്റൊന്ന് അറബാണെന്ന് മാത്രം. എന്നാലും അർത്ഥം വളരെ വ്യത്യാസം ഉണ്ടല്ലോ.
മഹാനാണോ നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് വിലയിരുത്തിയ ഒരു സംഗതി ഒന്നും ജനങ്ങൾ വിലയിരുത്തിയില്ല. പക്ഷെ ഉസ്താദ് അങ്ങനെയല്ല. ആളുകൾ വിലയിരുത്തിയൊക്കെ കേൾക്കും ഉസ്താദ് ഇങ്ങനെ. ഞാൻ ഇന്ന് എന്റെ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഉസ്താദിന്റെ കയ്യെ പിടിച്ച് മുത്താൻ വേണ്ടിയിട്ട്, ഉസ്താദ് ഇരുത്തി പറയാൻ ഉദ്ദേശിച്ചല്ല, മുത്താൻ വേണ്ടി പൊക്കിയതാണ്. സത്യത്തിൽ ഞാൻ കയ്യെ പിടിച്ച് പൊക്കിയപ്പോ ഉസ്താദിന് എന്തിനാണ് ഈ പൊക്കണെന്ന് അറിയില്ല. മുത്തിയപ്പോഴാണ് അങ്ങനെ ഒരു മുത്തലൊക്കെ ഉണ്ടല്ലേ. ആ ഒരൊറ്റ രംഗന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞാനൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാല്, ജനങ്ങൾ പല ഇറ്റല്ലേ നമ്മളെ കണ്ടാ കൈ പിടിച്ചു മുത്തു, ഞാൻ വേം ആണ്ട് മൂക്കമ്മക്ക് ഒന്തി കൊടുക്കല. ഉസ്താദിന്റെ കൈ പിടിച്ച് പൊക്കിയപ്പോ ഉസ്താദ് എന്താ സംഭവം, പിന്നെ അങ്ങനെ ഒരു മുത്തലൊക്കെ ഉണ്ടല്ലേ. അപ്പോഴാണ് ഉസ്താദിന്റെ ഓർമ്മയാണ് ഇങ്ങനെ ഒരാള്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന ഔന എന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തെറ്റ്. ഇതാ വലിയ കരാമത്ത്. ഇമാം ബുഖാരി തങ്ങളുടെ വലിയ കരാമത്ത് സ്വഹീഹ് ബുഖാരിയാണ്. ഇമാം റാസി തങ്ങളോട് വലിയ കരാമത്ത് അവിടുത്തെ തഫ്സീറാണ്. ഇമാം മുസ്ലിം തങ്ങളുടെ വലിയ കരാമത്ത് അവിടുത്തെ കിതാബാണ്. ഇമാം നബവിയുടെ ഏറ്റവും വലിയ കരാമത്ത് തദ്രീസും തഅലീഫുമാണ്. അതിന്റെ മേലെ കരാമത്തില്ല. ഫഅജലുൽ കറാമത്തി അൽ ഇസ്തിഖാമ ഫൽ കറാമത്തു ബിമഅന ഖവാരിഖുൽ ആദാത് ഫലാ ഇബ്റത ലഹാ ഇൻദൽ മുഹഖഖീൻ. ഇമാം ഷാറാനി തങ്ങൾ യവാഖീത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മേലെ എന്ത് കറാമത്താ ഉള്ളത്? കറാമത്തിന്റെ സ്വാഹിബിനെ കാണണോ? ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇതാണ് കറാമത്ത്. മറ്റുള്ള കറാമത്ത് എല്ലാവർക്കും കഴിയും. ആ പിശാചിനെ സേവിച്ചവർക്ക് പേര് മാറ്റും. ഇസ്തിദ്റാജിന് പേരിടും, സിഹ്ർ എന്ന് പേരിടും. അപ്പൊ മാജിക്കാരനെ ഉണ്ടല്ലേ, അവസാനം സൈക്കോളജിസ്റ്റ് ആയിട്ട് അതിലും മാജിക് ആണെന്നപ്പോ പറയണം. അള്ളാഹു അലം ബിസ്വാ എനിക്കറിഞ്ഞൂടാ, വാസ്തവം എനിക്കറിഞ്ഞൂടാ. അപ്പൊ പല അത്ഭുതങ്ങൾ പലർക്കും ആളുകളെ കീഴ്പ്പെടുത്താൻ ചെയ്യാൻ പറ്റും. പക്ഷേ അള്ളാന്റെ പൊരുത്തത്തിൽ ഇസ്തിഖാമത്തിലായി ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും തദ്രീസിനും നേതൃത്വം നൽകാൻ മുവഫഖായ മഹാനല്ലാതെ സാധ്യമല്ല. അല്ലാഹുവേ, ഇനിയും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. എന്റെയും ബഹുമാനപ്പെട്ട റഹ്മാനിയുടെ ഒക്കെ സനദ് തന്ന മഹാനായ സൂഫി വര്യൻ മമ്മിക്കുട്ടി ഹസ്രത്ത് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ഞങ്ങൾക്ക് ബൈലാവി ചൊല്ലിത്തരുമ്പോ, സ്വഹീഹ് ബുഖാരി തദ്രീസ് നടത്തുമ്പോ, പല ക്ലാസ്സുകളിലും കടന്നു വരുന്ന ചർച്ചയിൽ വരുന്ന ചില മഹാന്മാരുണ്ട്. എല്ലാ ദിവസങ്ങളിലും എന്ന പോലെ ഉസ്താദിന്റെ ഉസ്താദായ കുട്ടി മുസ്ലിയാര് കടന്നു വരവുണ്ട്. ഉസ്താദിന്റെ ആത്മീയ മാർഗദർശിയായ കക്കടിപ്പുറം ശൈഖുന കടന്നു വരവുണ്ട്. എന്നാൽ പല ഫുഖഹാക്കളെയും ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴായി ആവർത്തിച്ച് ഉസ്താദിന്റെ അതരത്തിൽ നിന്ന് അടർന്നു വീണിരുന്ന പേരാണ് ഈ മഹത്തായ സമ്മേളനത്തിന് നാമധേയം നൽകിയ വലിയുല്ലാഹി ശംസുൽ ഉലമാ. ചില ദർസുകളിലൊക്കെ ആവേശത്തോടെ ഉസ്താദ് പറഞ്ഞിരുന്ന പേരാണ് നല്ലായ ഉസ്താദ്. ഞാൻ ഒരിക്കൽ കാലിങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ എന്നോട് വെച്ച് നല്ലായ ഉസ്താദിനെ അറിയില്ല എന്നോട് പറഞ്ഞു. നല്ലായ ഉസ്താദിനെ അറിയില്ലേ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. എനിക്കന്ന് കോളേജിൽ സനദ് എടുക്കാൻ പോയ ഒരു 23 വയസ്സുള്ള സമയമാണ്. എനിക്ക് അങ്ങനെ അറിയില്ല. എന്നാ പോയി കാണാം, അവരൊക്കെയാണ് കാണേണ്ടത്. അങ്ങനെ പറഞ്ഞു, അവരൊക്കെയാണ് കാണേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോരുത്, അവരൊക്കെയാണ് നാട്ടിൽ പോയാൽ കാണേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ മഹാന്മാർ തിരിച്ചു തരുന്ന ആളാണ് ഇരിക്കുന്നത്. അള്ളാഹു നമുക്ക് വേണ്ടി അവർക്ക് ആഫിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആത്മാവിന്റെ ഈ പിതാവ്, ആത്മാവിന്റെ ഈ മുർഷിദ്, ഇതാണ് മുർഷിദ്. ഇവിടെ ഇപ്പൊ കാബത്തങ്ങം പോയിട്ട് ഹജ്ജ് ചെയ്താൽ സ്വർഗത്തേക്കുള്ള വഴിയാണ്. പക്ഷെ ഉസ്താദ് 63 കൊല്ലം സ്വർഗത്തോപ്പിലാണ്. കാരണം മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദ്. സബ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൽമിന്റെ മജ്ലിസാണ്. അതിന് വിലപ്പെട്ട ഇബാറത്ത് നാടന്മാരോട് പാതിരാത്രിയിൽ പിരിവിന് വേണ്ടി കരഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ ഹംസത്തുൽ ഖറാന്റെ ചരിത്രം പറഞ്ഞ് പാട്ട് പഠിച്ചിട്ട് പടപ്പാട്ടിന്റെ അകമ്പടിയോടെ വഅള് പറയലുണ്ട്. അതിനേക്കാളും വിലപ്പെട്ടാണ് സബ്ക്കുകളിൽ ഇരുന്നിട്ട് ഇബാറത്ത് ഹൽ ചെയ്തിട്ട് ലമീറും ഇറക്കിയിട്ട് കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത്. ആ കേവലം പ്രസംഗമല്ല, കേവല ഇൽമു വിളമ്പല്ല. അതിന് 62 കൊല്ലം ഞാൻ അതിൽ ഊറ്റം കൊള്ളുകയാണ്. നേതൃത്വം കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു തെരഞ്ഞെടുത്തതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അതിന്റെ പിന്നാലെ ഈ സംരംഭത്തിൽ സംബന്ധിച്ചു എന്ന ബർക്കത്തുകൊണ്ട് പടച്ചവൻ നമ്മളെയും ഉയർത്തട്ടെ. നമ്മളെ ഈ റിഫത്തിലെ ഇൽമ എന്നുള്ളൊന്ന് വായിച്ചു നോക്കുക. അയിനാണ്, അയിന് ഒലുവാണത്. ഞാൻ വെറുതെ പറയില്ല. നുസ്ഹത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിന്റെ 17ാമത്തെ പേജിൽ കാണാം. ഇൽമ അയിനാണ്, ഒലുവ്. ഇത് നേരെ ഇല്ലിയിലേക്കാണ്. ഇൽമിന്റെ ലാസ്റ്റ് മീമാൻ, അത് മുൽക്കിന്റെ മീമാൻ. ഏതാണ് മുൽക്ക്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂതിൽ മുൽക മൻ തശാ
تنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء. ഈ ആയത്തിന്റെ തഫ്സീറിൽ സൂഫിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം ആ മുൽക്ക് കൊണ്ടുള്ള വിവക്ഷ അത് ഇൽമാണ്. കാരണം നുബുവത്തിന് ശേഷം പടച്ചവൻ ഒരാൾക്ക് ഒരു അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും സമുന്നതമായ അധികാരം, സമുന്നതമായ രാജകീയ കീടം അത് ഇൽമാണ്. ആ ഇൽമിന്റെ പ്രൗഢഗംഭീരമായ രാജകീയ കീടമണിഞ്ഞ മഹാനായ വൈജ്ഞാനിക രാജചക്രവർത്തിയാണ് ഇരിക്കുന്നത്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്കും നൽകണേ അല്ലാ. നബിയിൽ മുസ്തഫ. എന്നെ കേൾക്കുന്ന ഉമ്മമാര്, എന്നെ കേൾക്കുന്ന പെങ്ങന്മാര്, നെല്ലായ ഉസ്താദെന്ന മഹാനായ വൈജ്ഞാനിക ചക്രവർത്തി 4 പതിറ്റാണ്ട് നിങ്ങളുടെ ഈ നാട്ടിൽ ദർസ് നടത്തിയപ്പോ അവർക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മയില്ലേ, പത്തിരി ഉണ്ടാക്കിയ പെങ്ങളില്ലേ, മാംസം പൊരിച്ചു കൊടുത്ത ഉമ്മയില്ലേ, മീന് കൊടുത്ത വീട്ടുകാരില്ലേ, ഭക്ഷണം കൊടുത്തവരില്ലേ, അവരെ മുത്തഅല്ലിമീങ്ങളെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയോ മക്കളെ പോലെയോ നെഞ്ചിലേറ്റ് വളർത്തിയിട്ടുള്ള ആളുകളില്ലേ, താങ്ങും തണലുമായ ഭാരവാഹികളില്ലേ. ഇത് ദുനിയാവിൽ ഒടുങ്ങുന്നതല്ല. അല്ലാ നാളെ ചില പ്രത്യേകമായ രംഗങ്ങൾ പരലോകത്ത് ഉടലെടുക്കുകയാണ്. അതിൽ രസാവഹമായ ചില രംഗങ്ങളുണ്ട്. മുസ്തഫ നബി വിശദീകരിക്കുകയാണ്. ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും സിറാത്ത് പാലം വിട്ടുകിടക്കാൻ വരുമ്പോ അല്ലാഹു ആബിദിനോട് തഖദ്ദം, നീ പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറയുമ്പോ ആലിമിനോട്, മുദരിസിനോട്, മുത്തഅല്ലിമിനോട് പറയുകയാണ്, പോകല്ലേ. ദർസ് നടത്തുന്ന സമയത്ത് സഹായിച്ചവരില്ലേ, സേവിച്ചവരില്ലേ, സ്നേഹിച്ചവരില്ലേ, സഹകരിച്ചവരില്ലേ, സഹായിച്ചവരില്ലേ, താങ്ങും തണലുമായവരില്ലേ. അതിൽ ആണുങ്ങളില്ലേ, പെണ്ണുങ്ങളില്ലേ, അവരൊക്കെ കെട്ടിക്കിടക്കുകയാ. നിങ്ങൾ ശഫാഅത്ത് ചെയ്തുകൊണ്ട് അവരെയൊക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന് ആലിമിനോട്, മുത്തഅല്ലിമിനോട് പടച്ചവൻ പരലോകത്ത് നിന്ന് പറയുമ്പോ ഉസ്താദിന് ഭക്ഷണം കൊടുത്ത ഉമ്മ, മുത്തഅല്ലിമീങ്ങളെ തീറ്റിപ്പോറ്റിയ കാരണവരെ, ആലിമീങ്ങളെ സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോ അവരുടെ പിന്നാലെ ഒരു വലിയ ജനാവലി ഉണ്ടാകുന്നതാണ്. അതവർക്ക് തദ്രീസിന് വേണ്ടി സഹായിച്ചവരാ, തൗലീഫിന് വേണ്ടി സഹായിച്ചവരാ, പിന്നാലെ പിന്തുണ പ്രഖ്യാപിച്ച് പ്രവർത്തനം കൊണ്ട് താങ്ങും തണലുമായവരാ. അല്ലാ 40 കൊല്ലം ഉസ്താദ് ദർസ് നടത്തി. നാട്ടിലെ ഉസ്താദിന്റെ ദർസിന് വേണ്ടി സേവിച്ചവരും സ്നേഹിച്ചവരും സന്തോഷിപ്പിച്ചവരോ താങ്ങും തണലുമായ മുഴുവൻ ആളുകളെയോ ഉസ്താദിന്റെ കൂടെ ഞങ്ങളെയോ മുത്തുനബിയുടെ ജിവാറിലായി സംഘടിപ്പിക്കണേ അല്ലാ. കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. കൂട്ടത്തിലൊരു കാര്യം കൂടി മനസ്സിലാക്കണം. 10, 8, 7, 5 കുട്ടികളുള്ളവരെ ഒരു കുട്ടിനെ ദർസിലേക്ക് കൊടുക്കും, പള്ളി ദർസിക്ക്. ചില ആളുകള് ദർസിലേക്ക് കൊടുക്കാത്ത എന്താ അറിയോ, അന്നം മുട്ടും അത്താഴ് മുട്ടും എന്ന് പേടിച്ചിട്ടാണ്. അത് നക്കലിനും അക്കലിനും എതിരാണ്, പ്രമാണത്തിനും ബുദ്ധിക്കും എതിരാണ്. എന്താ ഞാൻ അക്കലിനെതിരാന്ന് പറയാൻ കാരണം നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചരാ. കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി ശാസ്ത്രജ്ഞനാണോ? വിദ്യാഭ്യാസമാണ് അന്നം തരണമെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി ഏറ്റവും വലിയ വിജ്ഞാനാണോ? വിദ്യാഭ്യാസമുള്ള ആളാണോ? ഞാൻ പേര് പറയുന്നില്ല, 4ാം ക്ലാസ്സേ ഉള്ളൂ, പിന്നെ പഠിച്ചിട്ടുണ്ടാവും. പോട്ടെ, നിങ്ങളെ ജില്ലയിലെ ഏറ്റവും വലിയ മുതലാളി ശാസ്ത്രജ്ഞനാ? പൈസയും വിദ്യാഭ്യാസവും ബന്ധല്ലേ കൂട്ടരെ? പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ മുതലാളി ഇവിടുത്തെ ഫിസിക്സിന്റെ അധ്യാപകനാ? കെമിസ്ട്രി കലക്കി കുടിച്ച ആളാ? ഇംഗ്ലീഷിൽ ചിരിക്കുന്ന ആളാണോ? അല്ലല്ലോ. ഓരോ ജില്ലയിലെടുത്തോളൂ. നിങ്ങളെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ മുതലാളി ആരാ? ഭൗതിക വിദ്യാസമ്പന്നനാണോ? നിങ്ങളെ മഹലിലെ ഏറ്റവും വലിയ മുതലാളി ആരാ? ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോ 2ാം ക്ലാസ് വരെ പോയിട്ടുണ്ടാവുള്ളൂ.
അന്നവും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധമില്ല. അത് ബന്ധപ്പെടുത്തിയിട്ട് തവക്കുലില്ലാത്തതുകൊണ്ടാണ് ദർസിലെ കുട്ടികൾ പറയുന്നത്. ഒരിക്കലും ബന്ധമില്ല. ഞാൻ ചോദിക്കട്ടെ, ആനയെ പോലെ അന്നം കഴിക്കാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയോ? ആന +2 പാസ്സായ ആളാ? പോത്ത് A+ കിട്ടിയ ആളാ? നമ്മളെ പോത്തിന് ഇട്ടിട്ടുണ്ടാവും. ഞാൻ ഒറിജിനൽ പോത്തിനെ കുറിച്ച് അപ്പൊ പറയുന്നത്. ഇങ്ങനെ കുറെ ചിന്ത. അതുകൊണ്ട് ദർസിലേക്ക് കുട്ടികളെ കിട്ടുന്നില്ല. കാട്ടിലെ മൃഗങ്ങൾക്ക് സ്കൂളുണ്ടോ? പട്ടിണി കിടന്ന് മരിക്കാറുണ്ടോ? കടലിൽ സ്കൂളുണ്ടോ, കോളേജുണ്ടോ? പട്ടിണി കിടന്നിട്ട് മത്സ്യങ്ങൾ മരിക്കാറുണ്ടോ? എന്താ മനുഷ്യനെ ചിന്തിക്കാത്തത്? അന്നം അല്ലാഹു ഏറ്റെടുത്തതാണ്. ദുനിയാവ് മൽമൂനാണ്, ആഖിറത്ത് മത്ലൂബാണ്. ഈ ബോധം നമുക്കുണ്ടാവണം. മാത്രല്ല ദർസ് ഏറ്റെടുത്തിട്ട് തെരഞ്ഞെടുത്താണ്ടല്ലോ അയിക്കൂടെ കിട്ടാവുന്നേ ഉള്ളൂ ദുനിയാവ്. ഖുയ്യിറ സുലൈമാനു ബൈനൽ ഇൽമി വൽ മുൽക്കി വൽ മാൽ ഫഖ്താറൽ ഇൽമ ഫഅതാഹു അല്ലാഹുൽ ഇൽമ വൽ മുൽക വൽ മാല. മുഹമ്മദ് മുസ്തഫ സുലൈമാൻ നബി അലൈഹിസ്സലാം. അറിയില്ലേ സുലൈമാൻ നബിനെ? അറിയില്ലേ? നമ്മൾ കുടിക്കണ കട്ടൻ ചായന്റെ പേരെന്താ? പിന്നെന്താ അറിയില്ല എന്ന് പറഞ്ഞ സുലൈമാനി. അത് സുലൈമാൻ എന്നതിലേക്ക് നിസ്ബേണത് സുലൈമാനി. ഞങ്ങളെ റഹ്മാനി എന്ന് പറയാൻ കാരണം ഞങ്ങള് റഹ്മാനിയ കോളേജിൽ നിന്ന് പാസ്സായതുകൊണ്ടാണ്. ബാക്കവി എന്ന് പറയാൻ കാരണം ബാക്കയാത്ത് നിന്ന് പാസ്സായതുകൊണ്ടാണ്. ഫൈലി എന്ന് പറയാൻ കാരണം ഫൈലാബാദ് നിന്ന് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ സുലൈമാനി സുലൈമാൻ നബി ഇങ്ങോട്ട് പോരണം. അപ്പോഴാ നിസ്ബ ശരിയാവുള്ളൂ. ഉസ്താദിന്റെ ഒരു ശിഷ്യൻ സൈനുദ്ദീൻ അൻവരി അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലാണ്. നാളെ സർജറിയാണെന്ന് പറഞ്ഞു. അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ, ആരോഗ്യം തിരിച്ചു കൊടുക്കട്ടെ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു തആല ഒഴിവാക്കി കൊടുക്കട്ടെ. നമ്മളെല്ലാവരെയും അപകടത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും ആകസ്മിക നിര്യാണത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുലൈമാൻ നബി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, ഓപ്ഷൻ ഉണ്ട്, 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇൽമ്, അല്ലെങ്കിൽ സമ്പത്ത്, അല്ലെങ്കിൽ രാജാധികാരം. ഏതാ വേണ്ടതെന്ന് വെച്ച് ഫഖ്താറൽ ഇൽമ. ഹദീസാണ്. ഫഖ്താറൽ ഇൽമ. സുലൈമാൻ നബി പറഞ്ഞു എനിക്ക് ഇൽമു മതി, വേറെ മറ്റേ രണ്ടും വേണ്ട. ഇൽമിനെ തെരഞ്ഞെടുത്ത കാരണത്താൽ സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്തു. അൽ ഇൽമ ഇൽമും കൊടുത്തു, വൽ മാല മാലും കൊടുത്തു, വൽ മുൽക്ക അധികാരം കൊടുത്തു. ഇൽമ തെരഞ്ഞെടുത്താൽ കിട്ടാവുന്നതുള്ള നോട്ടിന്റെ കെട്ട്. ഇൽമ തെരഞ്ഞെടുത്താൽ കിട്ടാവുന്നുള്ളത്. ഇൽമ തെരഞ്ഞെടുത്താൽ മുസ്തഫ നബിയുടെ മദീനയിൽ ദർസ് ഓതാൻ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ജ്യേഷ്ഠനെ അള്ളാന്റെ റസൂലിനോട് വന്നിട്ട് പരാതി പറയുകയാണ്, മുത്തു നബിയേ, അനുജന് 2 മണിക്കൂർ നേരത്തെ ഒന്ന് സബക്കിൽ നിന്ന് വിടുമോ? കാരണം എന്റെ കൂടെ കച്ചവടത്തിനും കൃഷിക്കും അവൻ കുറച്ചുകൂടി സമയമുണ്ടായാൽ അത്രയും ഞങ്ങൾക്ക് ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ പള്ളിയിൽ കിതാബ് ഓതുകയാണ്, ഒരുപാട് മണിക്കൂറുകൾ പള്ളിയിൽ ഇൽമ പഠിക്കുകയാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 2-3 മണിക്കൂർ മുമ്പ് വിട്ടാൽ ഞങ്ങളെ കുടുംബം പട്ടിണി കിടക്കില്ല നബിയേ. ഉടനെ തന്നെ പ്രപഞ്ചത്തിന്റെ പ്രഥമ മുദരിസായ ആലിമുൽ ആലമായ മുഅല്ലിമുൽ ആലമായ മുഹമ്മദ് മുസ്തഫ ഹുബ്ബുൻ നബി വമദ്ഹു ഖൈറുൽ അമൽ വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ തഹകഫൽ ഇന്നലില്ലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് സുദി, നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബിനായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി അവന്ന് പരാതി പറഞ്ഞ ജ്യേഷ്ഠനോട് പ്രതികരിച്ചത്, മോനെ, അവന് പള്ളി ദർസിൽ ഇൽമ പഠിക്കുന്ന ബറക്കത്ത് കൊണ്ടാവാ നിനക്ക് അന്നം മുട്ടാത്തത് മോനെ, നിന്റെ കുടുംബത്തിന് ഭക്ഷണം കിട്ടുന്നത് മോനെ. പള്ളി ദർസിൽ ഒരു മുതഅല്ലിം തഫ്സീർ ഓതി പഠിച്ചാൽ മിസ്കാത്ത് മലർത്തി മുതാല
ചെയ്താൽ, ഫത്ഹുൽ മുഈൻ ഓതിയാൽ, അൽഫിയ മനപ്പാടമാക്കിയാൽ, മഹല്ലി മുതാല ചെയ്താൽ, ആ സമയത്ത് ആ കുട്ടിയുടെ വാപ്പ ഗൾഫിലാണെങ്കിൽ അബൂദാബിയിൽ എല്ലുമുറിയ പണിയെടുക്കുന്ന പ്രിയപ്പെട്ട പിതാവിന് ശമ്പളം കിട്ടുന്നത് നല്ല ഉസ്താദിന്റെ ദർസിൽ അദ്ദേഹത്തിന്റെ മകൻ ഓതി പഠിക്കുന്ന ബറക്കത്ത് കൊണ്ടാകാം, കിതാബ് പഠിക്കുന്ന മഹത്വം കൊണ്ടാകാം എന്ന് നമുക്ക് കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് ഇങ്ങോട്ട് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കാവുന്ന ലോകതത്വം ആദ്യമായി ലോകത്ത് വിളംബരം ചെയ്തത് അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് ഇന്നത്തെ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആനകളെ പോലെ ചവിട്ടുമതിച്ചും, പുലികളെ പോലെ കടിച്ചു കീറിയും, പാമ്പുകളെ പോലെ വിഷമൂതിയും, തേളുകളെ പോലെ കുത്തിനോവിച്ചു, പെരിച്ചായകളെ പോലെ ഉറക്കൊഴിച്ചും, തുമ്പികളെ പോലെ ബൈക്കിൽ പാറിയോ, പാതിരാവും പകലും ഒരുപോലെ ദുഷിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളോ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോ, ഇത്തരം അലമ്പുകളായ ചവറുകളായ യൂത്ത് വിഭാഗം മെമ്പർമാരെ ഭൂമിയിൽ ഇട്ടേച്ചുകൊണ്ടാണോ ആരാറുമില്ലാത്ത 6 അടിയുടെ ആഴിയിലേക്ക് മൂക്കിലൽപ്പം പഞ്ഞുമായി ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്കാകുന്നതെങ്കിലോ ഈ മക്കളെ ഇട്ടേച്ചു പോയതിന് തിക്തഫലം അദാബായി അനുഭവിക്കുന്ന കബറാകുന്ന ഇരുപ്പ് കൊണ്ട് പെയിന്റിട്ട ഭീകരമായ മണ്ണറ മറക്കണ്ട. അതുകൊണ്ട് 8 9 മക്കളുണ്ടെങ്കിലോ ഒരാളെങ്കിലും മുതഅല്ലിമാക്കിക്കോ, ആലിമാക്കിക്കോ. ആലിമിന്റെ പവർ ഒരു മന്ത്രിക്ക് ഇല്ല, ഒരു രാജാവിനില്ല, ഒരു ധനാഢ്യനില്ല, ഒരു ആരോഗ്യവാനില്ല, ഒരു ശാസ്ത്രജ്ഞനും ഇല്ല. ഇപ്പൊ ശംസുലുലമ ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ ശംസുലുലമനെ ആരാ ഓർക്കുക? ഏതെങ്കിലും സ്കൂളിന്റെ ഒരു ഹാളിൽ എപ്പോഴെങ്കിലും ഒന്ന് പേര് മുഴങ്ങും. ഇപ്പൊ ശംസുലുലമ ആരാ? ലക്ഷക്കണക്കിന്, ഇപ്പൊ നേരത്തെ MT ഉസ്താദിനില്ലേ 90-ാം വാർഷികത്തിന് 25 ലക്ഷം ആളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി 100-ാം വാർഷികത്തിനോ ഏകദേശം ഒരു അറഫയെ അനുസ്മരിപ്പിക്കുന്ന മഹാ ജനക്കടലായിരിക്കും. അല്ലാഹു തആല പങ്കെടുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവര് മുഴുവനും നെഞ്ചിലേറ്റിയ വൈജ്ഞാനിക നഭോമണ്ഡലത്തിൽ ഇതിഹാസം സൃഷ്ടിച്ച അറബ് പ്രമുഖരായ പണ്ഡിത പ്രമുഖർ, ഏറ്റവും വലിയ അറബ് പണ്ഡിതന്മാരുടെ വായിൽ നിന്ന് പോലും അന്ത ആലിമുൽ ആലം എന്ന് ഗഹനമായ വൈജ്ഞാനിക പ്രസരണ പ്രഭാഷണത്തിന്റെ മധ്യേ കേൾക്കാൻ മഹാഭാഗ്യം കിട്ടിയ മഹാനായ വലിയുള്ളാഹി ശംസുലുലമ, അവരുടെ പേരിലാണല്ലോ ഈ സാസുള്ളത്. അല്ലാഹു തആല അവരെ ബർക്കത്തോണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ. വാപ്പ പിടിച്ചിട്ട് മടവൂര് ദർസിൽ കൊണ്ടാക്കിയതുകൊണ്ടല്ലേ അവർ ലോകത്ത് ജനമനസ്സുകളിൽ ഇപ്പോഴും മറവ് ചെയ്യപ്പെടാതെ ഓർമ്മയുടെ ഓളത്തിൽ ജ്വലിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആരാ ഓർക്കുക? അവരല്ലേ പ്രിയപ്പെട്ടവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സമയത്തല്ലോ വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിലോ ആ 1 മണിക്കൂർ 2 മണിക്കൂർ ഡോക്ടർ സാറോട് സമ്മതം വാങ്ങിയിട്ട് കടന്നു വരികയാ. അംബാസഡർ ഊന്നുവടിയുമായി ശൈഖ് മശായിഖ്ന വലിയുള്ളാഹി ശംസുലുലമ മുസാവറ മെമ്പർമാരിരിക്കുന്ന ഹാളിലേക്ക് വരുമ്പോ ഉസ്താദുമാര് അത്ഭുതപ്പെടുകയാണ്. ശൈഖുന പങ്കെടുക്കേണ്ട ഒരു ആവശ്യം ആ സദസ്സിലില്ല. ശൈഖുനയാണെങ്കിലോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. പിന്നെ എന്തിനാണ് അവിടെ നിന്ന് ലീവ് വാങ്ങിയിട്ട് കേവലം മണിക്കൂറുകളോ ഇവിടെ ഇരുന്നു കൊണ്ട് പോകുന്നത് എന്ന അന്താളിപ്പിൽ സകലരോ എന്താണ് എന്ന് അറിയാതെ ചിന്തിച്ചിരിക്കുമ്പോ മഹാനായ വലിയുള്ളാഹി ശംസുലുലമയില്ലേ, ഏത് സംഘാടകരാണെങ്കിലും നേതാക്കളാണെങ്കിലോ അവരുടെയൊക്കെ ഗുരുവര്യരായ ശൈഖുന ശംസുലുലമയില്ലേ, ആ മഹാനായ മനീഷി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞത്, ഞാൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഡോക്ടറോട് സമ്മതം വാങ്ങിയിട്ട് കുറഞ്ഞ സമയോ ഈ മീറ്റിംഗിൽ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താനാണ്. സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ഉലമാ ഉണ്ട്, ഒരുപാട് ഉമറാ ഉണ്ട്. അവരൊക്കെ ഇന്ന് കബറുകളിലാ.
പ്രഭാഷണം മധ്യേ ചിലരൊക്കെ പലപ്പോഴും ഓർത്താലായി എന്നല്ലാതെ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സ് നമുക്കില്ല. അതുകൊണ്ട് സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഖബറിൽ വിശ്വസിക്കുന്ന ലക്ഷങ്ങളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, ഉലമായിന് വേണ്ടി, ഉമറായിന് വേണ്ടി, പ്രവർത്തകന്മാർക്ക് വേണ്ടി, ആണുങ്ങൾക്ക് വേണ്ടി, പെണ്ണുങ്ങൾക്ക് വേണ്ടി, മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ ദിനം എന്ന പേരില് നമുക്കൊരു ദിനാചരണം നടത്തണമെന്ന് ശൈഖുന പറഞ്ഞപ്പോ എല്ലാവർക്കും അത് കൃത്യമായി ബോധ്യപ്പെടുകയോ തക്ബീർ ചൊല്ലി പാസാക്കുകയും ചെയ്തു. ആദ്യത്തെ പ്രാർത്ഥനാ ദിനമങ്ങ് കടന്നു വന്നപ്പോ ലക്ഷക്കണക്കിനായ മുദരിസുമാര് കരയുകയാണ്, ലക്ഷക്കണക്കിനായ മുഅല്ലിമീങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പൊട്ടി പൊട്ടി കരയുകയാണ്, ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാര് നിലം പൊട്ടി കരയുകയാണ്, നെഞ്ചു പൊട്ടി കെഞ്ചുകയാണ്. എന്തേ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആരാണോ പ്രേരിപ്പിച്ചതെങ്കിൽ ആദ്യത്തെ പ്രാർത്ഥനാ ദിനം കടന്നു വന്നപ്പോ ആ മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ വരക്കൽ മഖാമില ആദ്യത്തെ പ്രാർത്ഥന ശംസുൽ ഉലമക്ക് വേണ്ടിയാ. അല്ലാ അല്ലാ, ഇത് കറാമത്താണ്, മാത്രമാണ്, അത്ഭുതമാണ്. ആ ശംസുൽ ഉലമ ഒരു ശാസ്ത്രജ്ഞനായിരുന്നെങ്കിൽ, ഒരു ഭൗതിക അധ്യാപകനായിരുന്നെങ്കിൽ, ഒരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ, ഒരു പോലീസുകാരനായിരുന്നെങ്കിൽ ഈ ഭാഗ്യമുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് പണ്ഡിതനെ മറികടക്കാൻ ലോകത്താരുമില്ല. ഏറ്റവും വലിയ രാജൻ പണ്ഡിതനാണ്, പണ്ഡിതനാണ്. തഅല്ലമുൽ ഇൽമ മുഹമ്മദ് മുസ്തഫ ഫഇന്ന തഅല്ലുമഹു ലില്ലാഹ് ഖശ്യ. അല്ലാഹ്ക്ക് വേണ്ടി വിജ്ഞാനം പഠിക്കൽ തന്നെ അതന്നെ റബ്ബിന്റെ ഖശിയത്താണ് എന്നാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നല്ലേ, കേട്ടോളൂ വാക്കി. വ ത്വലബ, ഇന്നന്റെ അവിടേക്ക് അത്ഫാണ്, ഇസ്മിന്റെ അവിടേക്ക് അത്ഫാണ്. വ ത്വലബ, ആ ഇൽമിനെ തേടുക എന്നത് ഇബാദ, അത് ഇബാദത്താണ്. വ മുദാക്കറത, പരസ്പരം ഇരുന്നുകൊണ്ടുള്ള ചർച്ച ഉണ്ടല്ലോ. തസ്ബീഹ്, മുതഅല്ലിമീങ്ങളെ കിതാബ് ഓതി ഒന്നാണ്ടല്ലോ, ഫത്തുൽ മീനും മഹല്ലിയും ഒക്കെ എടുത്തിട്ടാണ്ടുകൊണ്ട് ചർച്ച ചെയ്യണം, അത് തസ്ബീഹാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. വൽ ബഹത്തു അൻഹു ജിഹാദ്, ഇൽമിന്റെ ബഹത്ത് അതാണ് ജിഹാദ് എന്ന് മുഹമ്മദ് മുസ്തഫ. 62 കൊല്ലം ജിഹാദ് നടത്തിയ ആളാണ് ഇരിക്കുന്ന അർത്ഥത്തിൽ. ഏറ്റവും വലിയ ജിഹാദ് തദ്രീസാണ്. കാരണം ഇൽമാകുന്ന ആയുധം കൊണ്ട് മറ്റേ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഷഹീദാകാം. പക്ഷെ നാളെ ഷഹീദ് പോലും ഉലമാന്റെ ദറജ കാണുമ്പോ എനിക്ക് പള്ളി ദർസിൽ ഓതി പഠിച്ചാൽ മതിയായിരുന്നു, യുദ്ധം ചെയ്യേണ്ടിണ്ടായിരുന്നില്ല എന്ന് കൊതിച്ചു പോകും എന്ന് മുഹമ്മദ് മുസ്തഫ. കുറച്ചും കൂടി കയറി പറഞ്ഞ വിസ്മയം ഇവിടെ ഒന്നും തീരൂല. ഉലമായിന് പടച്ചവൻ കൊടുക്കുന്ന സവാബും ദർജയും കാണുമ്പോൾ ഷഹീദ് ഇങ്ങനെ ഓർക്കത്രേ, എനിക്കൊരു മുദരിസായ മതിയായിരുന്നു, എനിക്കൊരു മുഅല്ലിമായ മതിയായിരുന്നു. കാരണം അതാണ് ദർജ. ഇർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും അല്ലദീന ആമനൂ മിൻകും, അല്ലേ, അല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ആമനോ മിൻകും എന്നുള്ളതിനെ ഉലമാ പെട്ടിയില്ലേ, പിന്നെ സെപ്പറേറ്റ് പറഞ്ഞു. കാരണം ഇതിൽ കൂട്ടാൻ പറ്റിയ ആൾക്കാരല്ല, സെപ്പറേറ്റ് ആക്കി പറയാം. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി വൽ മുഅ്മിനൂൻ, പിന്നെയാണ് മുഅ്മിനീങ്ങളെ പറഞ്ഞത്. ആ റസൂലിനോട് കാത്തഫായിട്ട് പിന്നെയാ പറഞ്ഞത് ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി, അത് വേറെ ഈമാനാ, മറ്റുള്ളേറ്റ് കൂട്ടിക്കലർത്താൻ പറ്റൂല. പിന്നെ ആ മുഅ്മിനീങ്ങളെ പറഞ്ഞത് എന്നപോലെ ഉലമായിന്റെ ദറജ അല്ലാഹു തആല വേറെ പറഞ്ഞു. കാരണം അത് ഭാവനക്കതീതമാണ്. ഇനി നമുക്ക് വേണ്ടത് കുനാലിമൻ, അത് ഹദീസായിട്ട് റിപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഹദീസ് അല്ല എന്നും ചർച്ച ഉണ്ട്, ഹദീസായും ചില കിതാബിൽ റിപ്പോർട്ടുണ്ട്. എങ്കിൽ കുനാലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅ ഫലാ തകുൻ അൽ ഖാമിസ മുഹമ്മദ് മുസ്തഫ. ഈ നാലാലൊരു പാർട്ടി ഇവിടെ ഉള്ളൂ, അഞ്ചാമത്തെ ഒരു കൂട്ടരില്ല. നമ്മളെ സമാധാനം അതാണ്. ദീർഘമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല, 10:45. ഈ നാലാലൊരു വിഭാഗമുള്ളൂ. പിരിയുന്ന സമയത്ത് ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ഇതുകൊണ്ടുള്ള ലക്ഷ്യം കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിന്ന് രക്ഷപ്പെടലാണ്.
അതിന് പറ്റുന്നൊരു ജീവിതവും കൂടി പ്രിയപ്പെട്ട പെണ്ണുങ്ങള് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണേ. മൊബൈൽ ദുരന്തം ഓർമ്മപ്പെടുത്താതിരിക്കാൻ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് പ്രസംഗിക്കുന്ന ഒരു മുത്തഅല്ലിം എന്ന നിലയിൽ എനിക്ക് സാധ്യമല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് സങ്കടത്തോടെ അതിലേറെ സ്നേഹത്തോടെ പറയുകയാണ്, കയ്യിൽ പിടിച്ച മൊബൈൽ കൊണ്ട് മാത്രം നാളെ കത്തിക്കാളുന്ന നാരകീയ ജ്വാലയിലേക്ക് വിറകുകൊള്ളികളായി വലിച്ചെറിയപ്പെടുന്ന പെങ്ങന്മാര് ചെറുപ്പക്കാര് ധാരാളം ഉണ്ടാകും എന്നതിൽ സംശയമില്ല. എന്നാൽ ജാഗ്രത പാലിക്കണേ. പകലന്തിയോളം പണിയെടുത്ത് പാതിരാവിൽ കടന്നു വരുന്ന ഭർത്താവിനെ അഭാവത്തിൽ വഞ്ചിച്ചുകൊണ്ട് പ്രണയസല്ലാപവുമായി പാതിരാത്രിയിൽ ദുഷിപ്പിക്കുന്ന സമ്പ്രദായമാണ് പെങ്ങന്മാർക്കുള്ളതെങ്കിലോ ഈ മുടിക്കെട്ട് പിടിച്ചു തൂക്കിയിട്ട് കത്തിക്കാളുന്ന നരകത്തിൽ വെച്ച് തന്തൂരി കോഴിയെ പോലെ കരിക്കുന്നതാ, പൊരിക്കുന്നതാ. തന്തൂരി കോഴി എന്ന് മാത്രമാണ് എന്റെ വാക്കിലുള്ളത്. തത്വം പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. എന്നെ കേൾക്കുന്ന മുഴുവൻ പെണ്ണന്മാർക്ക് വേണ്ടിയോ ഇഷ്കിന്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മുത്തഅല്ലിമീങ്ങള്, ഇടയിൽ എന്റെ അനുജന്മാരായ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളോട് ഞാൻ പഠിച്ചത് ബയാനുൽ ഉലൂം എന്ന ദർസിലാണ്. എന്റെ ഉസ്താദ് മുഹമ്മദ് ബാക്കവി പൂക്കോട്ടൂരാണ്. 500ഓളം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. ഇപ്പോഴും തദ്രീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനാണ്. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അവർക്കും ഞാൻ ദുആ ചെയ്യുകയാണ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. 62 കൊല്ലം ദർസ് നടത്തിയ മഹാനായ ഈ മുദരിസില്ലേ, ഈ നേതാവില്ലേ, ഈ ആലിമില്ലേ, ഈ മുർശിദില്ലേ, അല്ലാഹുവിനെയും റസൂലിനെയും മനസ്സിലാക്കിയ തിരിച്ചറിവുള്ള മഹാനില്ലേ, എല്ലാവർക്കും മാതൃകയുള്ള ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയായ മഹാനില്ലേ, അവരുടെ വാർഷികത്തിന് ഞാൻ വന്നത് പ്രഭാഷണത്തിന്റെ കേമം പറയാനല്ല, പ്രാസഭാഷ കൊണ്ട് നിങ്ങളെ പിടിച്ചടക്കാനല്ല, ഒരു ദുആ, ഒരു പുഞ്ചിരി, ഒരു പൊരുത്തം കിട്ടാനാണ്. എന്നാലും എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങള്, അനുജ സുഹൃത്തുക്കളായി നിങ്ങളെ കണ്ടുകൊണ്ട് ഈ പാവപ്പെട്ട മുത്തഅല്ലിമിന് കൈമാറാനുള്ളത്, പ്രഥമമായ മുത്തഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദർസിന്റെ ഹാളിൽ ഒന്ന് അൽ-ഇസ്തിമാ, ഉസ്താദ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. രണ്ടാമത്തത് അൽ-ഫഹ്മ്, മനസ്സിലാക്കലാണ്. മൂന്നാമത്തത് അൽ-ഹിഫ്ള്, മനപ്പാടമാക്കാനുള്ളത് മനപ്പാടമാക്കലാണ്. നാലാമത്തത് അൽ-അമലു ബിഹി, പറഞ്ഞു തരുന്നത് കൊണ്ട് അമല് ചെയ്യലാണ്. അഞ്ചാമത്തതാണ് അൻ-നശ്റ്, അത് പരത്തല്, പ്രചരണം നടത്തല്, പ്രബോധനം ചെയ്യല്, പ്രസംഗിക്കല്. ഇത് 5 മുത്തഅല്ലിമീങ്ങൾ പരിരക്ഷിക്കേണ്ടതാണ്. ഉസ്താദുമാരെ ബഹുമാനിക്കേണ്ടതാണ്. നമ്മുടെ മുർഷിദ് അവരാണ്. വാപ്പ തരുന്നത് ചോറാണ്, ഉമ്മ തരുന്നത് പാലാണ്. അത് കുറച്ചു കഴിഞ്ഞാൽ നജസ്സാകുന്നതാണ്. എന്നാലും വാപ്പയും ഉമ്മയും മഹാന്മാരാണ്. എന്നാൽ ഗുരുവര്യന്മാരില്ലേ, അവർ റൂഹിന്റെ വാപ്പയാ മോനെ, റൂഹിന്റെ ഉമ്മയാ മോനെ. അവർ തരുന്ന അന്നം ഒരിക്കലും നജസ്സാകൂല, അവർ തരുന്ന വെള്ളം ഒരിക്കലും ഛർദിക്കൂല. എന്നാൽ ആ ഉസ്താദുമാരുടെ ഗുരുത്വമാണ് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഏത് കോളേജിൽ നിന്ന് ഏത് സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചാലും ദുനിയാവിലും രക്ഷപ്പെടൂല, ആഖിറത്തിലും പരാജിതനാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നിങ്ങളോട് ഉണർത്തിയതിലേക്ക് കടക്കുകയാ. കൽബിന്റെ ഉള്ളിൽ നിന്ന് അന്യായമായ ചിന്തകളോ, ഹീനമായ മോഹങ്ങളോ, അനാശാസ്യമായ ചിന്തകളോ, ആർത്തികളും ക്രോധങ്ങളും കാമങ്ങളും എല്ലാം ഒഴിവാക്കി ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകുമ്പോ തൗബയുടെ നനഞ്ഞു കുതിർന്ന കവളുമായി, നെഞ്ചുപൊട്ടുന്ന അവസ്ഥയിൽ തപിക്കുന്ന കൽബുമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, സ്ഫടിക സമാന സുന്ദരമായ ഹൃദയത്തില് പ്രണയത്തിന്റെ മഷി കൊണ്ടൊന്ന് എഴുതി വെക്കുമോ? മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു
ഫർദുൻ അലൽ ഉമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലഹരിയുടെ ആറാട്ട് നടത്തുന്ന ചെറുപ്പക്കാരോട്, പ്രിയപ്പെട്ട മക്കളെ, ലഹരി ക്യാൻസറാ, അറ്റാക്കിന് കാരണമാ, വന്ധ്യതക്ക് കാരണമാ, അന്ധതക്ക് കാരണമാ, കുടുംബ വഴക്കിന് കാരണമാ, കൊലപാതകത്തിന് കാരണമാ, ആത്മഹത്യക്ക് കാരണമാ, കുടുംബ തർക്കത്തിന് കാരണമാ, അപകടത്തിന് കാരണമാ, മനുഷ്യനെ കരടിയാക്കുന്ന, കരടിയെ കുരങ്ങാക്കുന്ന, കുരങ്ങിനെ ചെന്നായയാക്കുന്ന, ചെന്നായെ പുലിയാക്കുന്ന, പുലിയെ കടുവയാക്കുന്ന, കടുവയെ പിന്നെ തോന്നിവാസികളാക്കി തീർക്കുന്ന, കാട്ടിലെ കണ്ടാമൃഗങ്ങളെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയുടെ ഉടമയാക്കുന്ന ഈ കല്ലിലേക്ക് ഉറ്റി നോക്കല്ലേ. അത് കുടിച്ചാലും കള്ളാട്, വലിച്ചാലും കള്ളാട്, കഴിച്ചാലും കള്ളാട്, ചവച്ചരച്ചാലും കള്ളാട്, ശ്രദ്ധിച്ചാലും കള്ളാട്, ഒട്ടിച്ചാലും കള്ളാട്. ഇന്ന് കള്ള് സർബത്തിന്റെ, ചായയുടെ, ജ്യൂസിന്റെ രൂപത്തിൽ മാത്രമല്ല, ബലൂണിന്റെ രൂപത്തിൽ വരുന്ന കാലമാ, സ്റ്റിക്കറിന്റെ രൂപത്തിൽ വരുന്ന കാലമാ, പേനായുടെ രൂപത്തിൽ വരുന്ന കാലമാ. പിച്ചവെച്ച് വളരുന്ന കൊച്ചുമക്കൾ മദ്രസയിൽ പഠിക്കുന്നവർ പോലും MDMA ആളുകളാ. എത്ര എത്ര പൈതങ്ങളാണ് ഉമ്മമാരെ കൊന്നുകളഞ്ഞത്, വാപ്പമാരെ കൊന്നുകളഞ്ഞത് മലയാളക്കരയിൽ സംഭവിച്ചത്. കാരണം MDMAക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, നമ്മളെ രോഗികളാക്കുകയോ പിന്നെ മരണത്തിന് വിട്ടുകൊടുക്കുകയോ, മരിച്ചാൽ കത്തിക്കാളുന്ന നാരകീയ ജ്വാലയിൽ കിടന്ന് അബൂജാഹിലിന്റെ, ഉത്ബത്തിന്റെ, ശൈബത്തിന്റെ, ഫിർഔൻമാരുടെ ശരീരം പൊട്ടിപ്പിളർന്ന് പുറത്തേക്ക് ദുർഗന്ധത്തോടെ ചീറ്റുന്ന, ചീഞ്ചലും ജ്യൂസായി കുടിക്കാൻ വിധിക്കപ്പെട്ട മർദ്ദന, തണ്ടന, പീഡന, അദാബിന് പാത്രീഭവിക്കുന്ന ഈ ദുരാചാരമില്ലേ പ്രിയപ്പെട്ട മോനെ, ഈ തമ്മാടിത്തരമില്ലേ പ്രിയപ്പെട്ട മോനെ, ഇനി മുതൽ വാഴയിൽ വെക്കല്ലടാ പൊന്നെ, കുത്തിവെക്കല്ലടാ മോനെ. റജബിന്റെ ആരംഭ രാത്രിയല്ലേ. എല്ലാ ലഹരികളോടും വിട പറഞ്ഞ് നമുക്ക് ആത്മാവിന്റെ ലഹരിയൊന്ന് മോന്താ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ നജമി മൗലായ സല്ലി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉറക്കെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുസ്തഫ നബിയുടെ കാലത്ത് ഒരു ആശിക്കത്തായ സഹോദരി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ നിയന്ത്രണം പെങ്ങളാണ്. ആ പെങ്ങള് വനിതാ ക്ലാസ്സിന് പോകുന്ന സമയത്ത് വഴിയോരത്ത് കാത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നി അസ്അലുക ബിഹഖ് മുഹമ്മദ്, മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇർഫഈ നിഖാബകി, നിങ്ങളുടെ മൂടുപടമൊന്ന് വെക്കുമോ? ഇഷ്കിന്റെ ആധിക്യം കൊണ്ട് പരിസരം മറന്ന് മുത്തനബിയുടെ പേരിന്റെ മുമ്പില് പതറുന്ന പെങ്ങളാണ്. അതറിയുന്നത് കൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ വന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചത്. റസൂലുള്ളാഹിന്റെ പേരങ്ങ് കേൾക്കേണ്ട താമസം നിഖാബങ്ങ് പൊക്കുകയാ. മൂടുപടമങ്ങ് പൊക്കിയപ്പോ ഈ ചെറുപ്പക്കാരനും കവളൊന്ന് നുള്ളുകയാണ്. അതിനുവേണ്ടി ചോദിച്ചതാണ്. കവള് നുള്ളിയപ്പോഴാണ് ഈ പ്രിയപ്പെട്ട പെങ്ങൾക്ക് പരിസരബോധം തിരിച്ചു കിട്ടിയത്. ഭർത്താവിന്റെ അരികിലേക്ക് ഓടിപ്പോയി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുകയാ. ദേഷ്യം പിടിച്ച ഭർത്താവ്, എന്നാ നീ റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ പരിസരം മറന്നുകൊണ്ട് എന്തും ചെയ്യുമെങ്കിൽ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് നിലയിലിതാ വീടിന്റെ ഒരു
ഭാഗത്ത് വലിയ കുഴി കുഴിക്കുകയാ, അതിൽ നിറയെ വിറകിട്ടുകൊണ്ട് കരിക്കുകയാ. കത്തിച്ചുകൊണ്ട് ആളി കത്തുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹധർമ്മിണിയെ ആ കുഴിയുടെ വക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഭർത്താവ് പറയുകയാണ്, റസൂലുള്ളാഹിന്റെ പേര് വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാ, നീ ഈ തീജ്വാലയിലേക്കൊന്ന് ചാടുമോ? നേരത്തെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ നിക്കാബ് പൊക്കിക്കൊടുത്തത് റസൂലുള്ളാഹിന്റെ പേരിന്റെ മുമ്പിൽ പരിസരം മറക്കുന്ന ഇസ്ക് യാഥാർത്ഥ്യമാണെങ്കിൽ ഇപ്പോഴും ചെയ്യേണ്ടതല്ലോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചെയ്തതാ. എന്നെ കേട്ട ഉമ്മ, ആ പെണ്ണൊരുത്തിയുടെ ഹൃദയത്തിൽ കരകവിഞ്ഞൊഴുകുന്ന മഹബത്താ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് വെച്ചുകൊണ്ട് ഈ തീജ്വാലയിലേക്ക് കടക്കുമോ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാം മറന്നുകൊണ്ട് ആ തീജ്വാലയിലേക്ക് എടുത്തു ചാടുകയാ. അല്ലാ അല്ലാ, ഈ ചെറുപ്പക്കാരൻ ഞെട്ടുകയാ. ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഭയവിഹുലനായി ഇലാ ഹളറത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ അരികിൽ ചെന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാനൊരു കടുങ്കൈ ചെയ്തു നബിയേ. അങ്ങയുടെ ക്ലാസ്സിന് വരുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് വഴിയോരത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ പേര് പറഞ്ഞുകൊണ്ട് നിക്കാബ് മൂടുപടം പൊക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അങ്ങയോടുള്ള പ്രണയാധിക്യം കൊണ്ട് പേരിന്റെ മുമ്പിൽ പതറിയിട്ട് മൂടുപടം പൊക്കിയപ്പോ എന്റെ ഭാര്യയെ മറ്റൊരുത്തൻ അതാ കവളത്തുന്നുള്ളി നബിയേ. അത് സഹിക്കാൻ കഴിയാതെ ഞാൻ അത് യാഥാർത്ഥ്യമാണോ എന്ന് പരിശോധിക്കാൻ വീട്ടിലൊരു കുഴി കുഴുത്തിയിട്ട് അതിൽ നിറയെ വിറകിട്ട് കാളി കത്തിച്ചുകൊണ്ട് ആ തീജ്വാലയിലേക്ക് അങ്ങയുടെ പേര് പറഞ്ഞുകൊണ്ട് ചാടുമോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്റെ സഹധർമ്മിണി അതിലേക്ക് എടുത്തു ചാടി. യാ റസൂലല്ലാഹ്, അത് അങ്ങയോടുള്ള മഹബത്ത് കൊണ്ടാണ് നബിയേ. അതുകൊണ്ട് ആഖിറത്തില് ഭാര്യയെ ചുട്ടുകൊന്ന കൊലയാളിയായി ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമോ നബിയേ? ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മോനെ കരയണ്ട കരയണ്ട, അവൾ ആ തീജ്വാലയിലേക്ക് ചാടിയത് എന്നെ പ്രണയിച്ചുകൊണ്ടാണെങ്കിൽ നീ ബേജാറാകണ്ട, ഭീതി വേണ്ട. നീ പോയി നോക്കിക്കോ, അവളുടെ രോമത്തിന് പോലും പോറലേൽക്കൂല. എന്നെ മഹബത്ത് ചെയ്തവന് തീ തൊടൂല മോനെ, എന്നെ മഹബത്ത് ചെയ്തവന് നരകം തൊടൂല മോനെ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ഓടുകയാ. അല്ലാ അല്ലാ, താനുണ്ടാക്കി വെച്ചിട്ടുള്ള ഭൂമിയിലെ കൃത്രിമമായ തീജ്വാലയില്ലേ, ആ തീജ്വാലയിലേക്കൊന്ന് തലയിട്ട് നോക്കിയപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യതാ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാ. 7 ദിവസത്തോളം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നമ്രൂദിന്റെ തീജ്വാല ഉദ്യാനമാക്കി പുഞ്ചിരിച്ചുകൊണ്ട് കഴിഞ്ഞതുപോലെ ഈ പ്രിയപ്പെട്ട ആശിഖത്തങ്ങ് കഴിയുകയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മഹാനായ ശൈഖ് മശായിഖിന ഉസ്താദിന്റെ ഈ ദർസ് വാർഷിക ആഘോഷ സമാഗമത്തിൽ നിന്ന് പിരിയുമ്പോ ഒരു നെയ്യത്ത് വെച്ചോ. ഇത് റജബാണ്, വിത്തിറക്കേണ്ട മാസമാ. ശഅബാന് വെള്ളം നനക്കേണ്ട മാസമാ. റമളാന് നെല്ല് കൊഴിയേണ്ട മാസമാണ്. റജബ് മോനെ മോളെ ഒരു കാറ്റാ, ശഅബാന് കാർമേഘമാ, റമളാന് മഴയാ. അതുകൊണ്ട് റമളാനിൽ രക്ഷപ്പെടണോന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ രാവ് മുതൽ ശ്രദ്ധിച്ചോ. ജീവിത ജാഗ്രതയിലൂടെ അല്ലാഹനെ വണങ്ങി വഴങ്ങി കീഴ്പ്പെട്ട് ഭയപ്പെട്ടുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് പടച്ചവനിന്റെ റിളയിലേക്ക് രക്ഷപ്പെടാനുള്ള ഭാഗ്യവും ബോധവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ.